എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ നിന്ന് പാൽപ്പേട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ പേട ഉണ്ടാക്കുന്നതിന് ആവശ്യമുള്ളൂ. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പേട ഉണ്ടാക്കിയെടുക്കാം. പേട ഉണ്ടാക്കുന്നതിന് വേണ്ടി 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ 2 കപ്പ് മിൽക്ക് പൗഡറാണ് എടുത്തിരിക്കുന്നത്. കടയിൽ നിന്ന് മേടിക്കുന്ന മിൽക്ക് പൗഡറും പേട ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇതിനു വേണ്ടി 3/4 കപ്പ് പഞ്ചസാരയാണ് ഇവിടെ എടുക്കുന്നത്. കടയിൽ നിന്ന് കിട്ടുന്ന അതേ മധുരം വേണമെങ്കിൽ 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 3-4 ഏലക്ക പൊടിച്ചതും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് ബട്ടറും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് പകരം നെയ്യ് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന പാൽ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പാല് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ 1 കപ്പ് പാൽപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ലിറ്റർ പാലിൽ 1 കപ്പ് പഞ്ചസാര ചേർത്തുണ്ടാക്കിയതാണ് ഈ പാൽപ്പൊടി. പാൽപ്പൊടി ഉണ്ടാക്കുന്നതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ സ്ക്രീനിലും ഇടുന്നതായിരിക്കും. ഈ കൂട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കിയെടുക്കാം. കടയിൽ നിന്ന് മേടിക്കുന്ന പൊടി ഉപയോഗിക്കുന്നതിലും നല്ലത് പാല് തന്നെ വറ്റിച്ചെടുത്ത് പേട ഉണ്ടാക്കുന്നതാണ്. നല്ല ക്രീമുള്ള പാല് വേണം പേട ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുക്കാൻ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് നല്ല ക്രീമുള്ള പാലാണ്. ഇത് പശുവിനെ വളർത്തുന്നവരോട് മേടിക്കുന്നതാണ്. ആദ്യത്തെ കുറച്ച് സമയം നല്ലവണ്ണം തീ കൂട്ടിയിട്ടതിന് ശേഷമാണ് പാലിളക്കി കൊടുക്കുന്നത്. ആദ്യം തന്നെ 1 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് പെട്ടെന്ന് പാല് കുറുകി വരുന്നതിന് വേണ്ടിയാണ്. ഇവിടെ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ പാല് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പാല് കുറുകി വരാൻ തുടങ്ങുമ്പോഴേക്ക് തീ നന്നായിട്ട് കുറച്ചിടാം. ഈ സമയത്ത് പാലിൻ്റെ കളറ് മാറി വരും. നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാകും. ഈ സമയമായപ്പോഴേക്ക് പാലിന് പേടയുടെ കളർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ടെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുന്ന ആ പേടയുടെ അതേ മധുരമായിരിക്കും കിട്ടുന്നത്. ഇത്രയും മധുരം വേണ്ടാത്തവർക്ക് കുറച്ചുകൂടി അളവ് കുറച്ച് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ പാലിൽ നന്നായിട്ട് അലിഞ്ഞു ചേർന്ന് കഴിയുമ്പോഴേക്ക് ഏലക്ക പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പേട ഉണ്ടാക്കുന്നതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ കൂട്ട് തണുത്തതിന് ശേഷം കുറച്ചും കൂടി കുറുകി വരും. ഈ സമയമായപ്പോഴേക്ക് കൂട്ട് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടാക്കി പരിചയമില്ലാത്തവർ ഈ കൂട്ട് നന്നായി തണുത്തതിന് ശേഷം മാത്രമേ പാൽപ്പൊടി ചേർക്കാവൂ. അല്ലെങ്കിൽ ഉണ്ടാക്കി വരുമ്പോൾ പേട വല്ലാതെ ഹാർഡായി പോകും. ഞാനിവിടെ ചെറിയ ചൂടുള്ള കൂട്ടിലേക്കാണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെയായി പാൽപ്പൊടി ഇട്ട് ഇളക്കി കൊടുക്കാം. ആകെ 2 കപ്പ് പാൽപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് കൂട്ട് നല്ല ലൂസായിട്ട് തോന്നുമെങ്കിലും തണുത്ത് വരുമ്പോൾ പേട ഉണ്ടാക്കുന്നതിന് കണക്ക് പാകമായി വരും. എടുത്തു വെച്ചിരുന്ന പാൽപ്പൊടി മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് പേട ഷേപ്പ് ചെയ്തെടുക്കാം. പേടയുടെ കൂട്ട് ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഈ സമയത്ത് കുറച്ച് ബട്ടർ കയ്യിൽ തടവി കൊടുക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ പേട നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ പേട മുഴുവൻ ഷേപ്പ് ചെയ്തെടുക്കാം. ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് പിസ്താഷ്യോ ആൽമണ്ടോ ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി വലിയ വില കൊടുത്ത് കടയിൽ പോയി പേട മേടിക്കേണ്ട ആവശ്യമില്ല. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ പേട ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ പേട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.